വചനം വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. ഒന്ന് വിടുന്നു. ചേട്ടൻ എന്നെ മനസ്സിലായോ? എൻ്റെ പേര് മാത്യൂസ് എന്നാ. ഞാനിന്ന് ചേട്ടൻ്റെ കേസിൽ കോടതിയിലേ എൻ്റെ കയ്യിൽ വണ്ടി ഏൽപ്പിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ട്. ഡ്രൈവറായിട്ട് അവർക്ക് വേണ്ടത് ഒരു ചെറുപ്പക്കാരനെയാണെന്ന്. അത് മാത്രമല്ല, എവിടെ ചെന്നാലും ഇതൊക്കെ തന്നെ അവസ്ഥ. പിന്നെ എൻ്റെ പൂർവ്വചരിത്രം അറിയാവുന്നവരാരും എന്നെ ജോലിക്ക് എടുക്കില്ലല്ലോ. അല്ല, അപ്പൊ ചേട്ടൻ്റെ വണ്ടി വണ്ടി എല്ലാം പോയിടും. അന്ന് ആ കേസിന് വണ്ടി വിറ്റും കിടപ്പാടം പണയപ്പെടുത്തിയൊക്കെയാ അവർക്ക് ആ പണം കൊടുത്തത്. അന്ന് എൻ്റെ കുടുംബം താറുമാറായതാ. പാവം എൻ്റെ മോൻ, അവൻ ഒറ്റയ്ക്ക് കുടുംബം നോക്കാൻ കഷ്ടപ്പെടുന്നു കാണുമ്പോ ചേട്ടാ ക്ഷമിക്കണം. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് എന്തൊക്കെയോ. തൻ്റെ പേരെന്താന്നാ പറഞ്ഞേ? മാത്യൂസ്. ഓ, എങ്കിൽ ഞാൻ മരട്ടെ മാത്യൂസേ. പിന്നെ എപ്പോഴെങ്കിലും കാണാം. ചേട്ടാ, ഈ കോൺട്രാക്ടർ വർഗീസ് സാറിനെ എനിക്കറിയാവുന്നതാണേ. ചേട്ടൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞു നോക്കട്ടെ? ഓ, അതൊന്നും വേണ്ടോ. ആ പണി എനിക്ക് വിധിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും നോക്കാം, ശരിയാവും. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായത് ചെയ്യരുത്. എല്ലാറ്റിനുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ 37-ാം അധ്യായം 27-15 വാക്യങ്ങൾ. എടോ, താനിതെന്തൊക്കെയാ പറയുന്നത്? അല്ല, തന്റെ പേരെന്താന്ന് പറഞ്ഞേ? മാത്യൂസ്. മാത്യൂസേ, കേസ് വാദിച്ച് വിധിയും കഴിഞ്ഞ് ഇത്രയും നാളും കഴിഞ്ഞു. ഇപ്പൊ വന്നിട്ട് താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ തന്നോട് ഞാൻ എന്താണോ പറയേണ്ടത്? എന്തൊക്കെ സംഭവിച്ചാലും എത്ര നാൾ കഴിഞ്ഞാലും സത്യം സത്യമല്ലാതെ ആകില്ലല്ലോ സാറേ. അതിനിപ്പോ എന്ത് വേണമെന്നാ താൻ പറയുന്നത്? എനിക്ക് സത്യം പറയണം. ആ നിരപരാധിയായ ചേട്ടൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. തനിക്ക് കോടതി നിയമമൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് കോടതിയെ വിശ്വസിപ്പിച്ചിട്ട് താൻ ഇന്ന് ചെന്ന് അതല്ല സത്യമെന്ന് പറഞ്ഞാ കോടതി തന്നെ പിടിച്ച് അകത്തിടും. സാറെന്നെ പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട. കോടതി നിയമമൊന്നും എനിക്കറിയില്ല, അത് ശരിയാ. പക്ഷെ ഒന്നും എനിക്കറിയാം, സത്യം. അത് എത്ര നാൾ കഴിഞ്ഞാലും വിജയിക്കും സാറേ. അതുകൊണ്ട് ഞാനുള്ള സത്യം വിളിച്ചു പറയും. എന്ത് സത്യം? സത്യം പറയാൻ വന്ന സംഭവത്തിന് ദൃക്സാക്ഷിയായ എന്നോട് കാണാത്തത് കണ്ടു എന്ന് പറഞ്ഞ 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞ് എന്നെയും അതുപോലെ തന്നെ ആ മരിച്ച ആളുടെ വീട്ടുകാരെയും പറ്റിച്ചത് സാറാണെന്ന്. എടാ, നിനക്ക് 1,00,000 രൂപ ഞാൻ തന്നില്ലേ? പണം മേടിക്കുമ്പോ ഇല്ലാത്തൊരു കുറ്റബോധം എനിക്ക് മനസ്സിലാവും. ദേ, കുറച്ച് പൈസ കൂടെ ഞാൻ തരും, അത് വാങ്ങി പൊക്കോളണം. പിന്നെ ഈ കാര്യവും പറഞ്ഞ് ഈ ഏരിയയിൽ കണ്ടുപോകരുത്. സാറേ, എനിക്ക് സാറിൻ്റെ പണമൊന്നും വേണ്ട. അന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു നുണ ഞാൻ കോടതി പറയുമ്പോൾ അതുമൂലം ഈ മനുഷ്യൻ്റെ കുടുംബം കുടന്തോണ്ടു വന്നു. അത് കഴിഞ്ഞിട്ട് കുഴപ്പങ്ങളും പ്രശ്നങ്ങളും എന്നെ വിട്ടൊഴിഞ്ഞ് പോയിട്ടില്ല സാറേ. ഇന്ന് ആ മനുഷ്യനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ
അയാളുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി സാറേ. എന്ത് കാര്യം? എൻ്റെ കുഴപ്പങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കാരണം ഞാൻ പറഞ്ഞ കള്ളത്തരമാണെന്ന്, അയാളുടെ മനസ്സിൻ്റെ വേദനയാണ്. അതെനിക്ക് തിരുത്തണം സാറേ. അയാളുടെ പണം തിരിച്ചു കൊടുക്കണം. മണ്ണാൻ കട്ട, നിന്നോട് എനിക്കൊരു വേദാന്തം തേണ്ട കാര്യമില്ല. നീ എന്തു വേണേലും ചെയ്തോ. പക്ഷെ നീ ഒന്നോർത്തോ, നീ ദൃക്സാക്ഷിയാ. കള്ളസാക്ഷി പറഞ്ഞ ദൃക്സാക്ഷി, ഞാൻ വക്കീലും. ഇവിടെ ആര് ജയിക്കുന്നേ നീ വിവരമുള്ളവരോട് പോയി ചോദിച്ചു നോക്ക്. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. 1 കോരിന്തോസ് 8-ാം അധ്യായം 2-ാം വാക്യം. സാറേ, ആ ചേട്ടൻ നിരപരാധിയാ, അത് തെളിയണം. ഒപ്പം എനിക്ക് മനസ്സമാധാനവും വേണം. ഞാനിപ്പോൾ അത്രേ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ ഇത് വന്നിപ്പോൾ സാറിനോട് പറഞ്ഞത് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച സാറും കൂടി നല്ല വഴിക്ക് ചിന്തിക്കുകയാണെങ്കിൽ തെറ്റ് ചെയ്ത നമ്മൾക്ക് ഒരുമിച്ച് തന്നെ തെറ്റ് തിരുത്താമല്ലോ എന്ന് വിചാരിച്ച. ഇതിപ്പോൾ സാറിങ്ങനെയൊക്കെ പറയുമ്പോൾ ശരി സാറേ, എനിക്ക് സത്യം പറയണം. ആ ജോസേ, നീ എവിടെയുണ്ട്? ആ എടാ, ചെറിയൊരു പ്രശ്നം. പണ്ടൊരു ആക്സിഡന്റ് കേസിലെ കള്ളസാക്ഷി പറഞ്ഞവന് ഇപ്പം അത് തിരുത്തണമെന്ന്, അതിന് ഞാൻ സത്യം പറയണമെന്ന്. ഞാനതിന് തയ്യാറായില്ലെങ്കിൽ എന്നെ അവൻ നാറ്റിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുന്നത്. അതെനിക്ക് ആപത്താ. അങ്ങനെ എന്തെങ്കിലും അവൻ ചെയ്താ എൻ്റെ ഇമേജ് മുഴുവൻ. അതുകൊണ്ട് അതിനു മുമ്പ് അവനെ തടയണം. നീ നിന്റെ പിള്ളേരെ കൂടെ വിളിച്ചോ, എന്നിട്ട് അവനെ ചെന്നൊന്ന് കാണണം. എനിക്കെതിരെ അവൻ വാ തുറക്കരുത്, മനസ്സിലായല്ലോ? ആ, ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം. ശരി. ചേട്ടൻ ഈ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ഇതിലെ തെറ്റും ശരി അന്വേഷിക്കാൻ നിന്നെ ഇപ്പൊ ആരെങ്കിലും അങ്ങോട്ട് വിളിച്ചോ? നീ ഒന്ന് പോയേ. ഞാൻ പോയിക്കോളാം. പക്ഷെ ചേട്ടൻ ഒന്ന് ആലോചിക്കണം. തെറ്റിന്റെ മേൽ തെറ്റുകളാ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യായമില്ലാത്ത കേസുകൾ ഏറ്റെടുക്കുമ്പോൾ മുമ്പും ഞാൻ ചേട്ടനോട് പറയാറുണ്ട്, ഇതൊക്കെ ദൈവത്തിന് നിരക്കാത്തതാണെന്ന്. അന്ന് ഇന്നും ചേട്ടൻ അതൊന്നും ചെവിക്കൊള്ളാറില്ല. എന്നാൽ ഇപ്പൊ കണ്ടില്ലേ, പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ഒരു നിരപരാധിയെ ചേട്ടൻ അപരാധിയാക്കി മാറ്റിയപ്പോൾ അതിന്റെ പേരിൽ അയാളുടെ കുടുംബം തകർന്നു എന്നല്ലേ ഇപ്പൊ ഒന്നാള് പറഞ്ഞത്. ഈ ശാപമെല്ലാം തലക്ക് മീതെ നിൽക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് മനസ്സമാധാനം എന്ന് പറയുന്ന ഒന്നുണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അതെല്ലാം പോരാഞ്ഞിട്ട് ചേട്ടന്റെ വാക്ക് കേട്ട് തെറ്റ് ചെയ്ത ഒരാൾ സ്വയം തിരുത്താൻ ശ്രമിക്കുമ്പോൾ അയാളെ കൂടി അപായപ്പെടുത്തി തിന്മയുടെ വഴിയിൽ പൂർണ്ണ വിജയം നേടാൻ ചേട്ടൻ ശ്രമിക്കുന്നു. അല്ലാതെ പിന്നെ അവനിപ്പോ പറഞ്ഞിട്ട് പോയത് നീ കേട്ടതല്ലേ? അതെല്ലാം കേട്ടിട്ട് ഞാൻ മിണ്ടാതിരുന്ന എന്റെ ഇമേജ് എന്താവെന്ന് നിനക്കറിയാമോ? ചേട്ടന്റെ ഇമേജിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ചേട്ടൻ കാരണം കേസ് തോറ്റ് എല്ലാവരുടെയും മുമ്പിൽ കുറ്റക്കാരനായി നിന്ന് ജീവിതം തകർന്ന ആ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് ചേട്ടനൊന്ന് ആലോചിച്ചു നോക്കിയേ. അയാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ചേട്ടൻ ഒരു കാര്യം കൂടി മനസ്സിലാകും. അതിലൂടെ എല്ലാം ചേട്ടൻ നേടിയ പണത്തിനും പ്രശസ്തിക്കൊന്നും യാതൊരു വിലയില്ലെന്ന്. വേണ്ട ഏട്ടാ, ഇനിയും ഇതുപോലെ നിരപരാധികളുടെ കണ്ണീര് വീണ പണം നമുക്ക് വേണ്ട. ചെയ്തു പോയതെല്ലാം തിരുത്താൻ പറ്റുന്ന തെറ്റുകളാണെങ്കിൽ ചേട്ടൻ അതെല്ലാം തിരുത്തണം. അത് ചേട്ടനോ എനിക്കോ വേണ്ടിയല്ല, ആ പാവത്തിനും അയാളുടെ കുടുംബത്തിനും വേണ്ടി, അതിലെല്ലാം ഉപരി ദൈവത്തിനു വേണ്ടി. തെറ്റ് തിരുത്താൻ സ്വയം തയ്യാറാവുമ്പോൾ പല നിമിത്തങ്ങളിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തും. അവിടെയും ദൈവത്തെ ധിക്കരിച്ചാൽ ഫലം ഇതൊന്നും ആയിരിക്കില്ല ചേട്ടാ. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ
അധരം സംസാരിക്കുന്നത്. ലൂക്ക 6-ാം അധ്യായം 45-ാം വാക്യം. ചേട്ടാ, അല്ല താനെന്താ ഇവിടെ? ഞാൻ ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാ. വീട്ടിൽ ചെന്നപ്പോൾ വീട് അടച്ചിട്ടിരിക്കുന്നു, അതുകൊണ്ട് തിരികെ പോന്നതാ. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയതാ. ആ, ഇവിടേക്ക് നല്ല സുഖമില്ലേ? ഓ, ഇപ്പം ബസ് ഇറങ്ങി വരുന്ന വഴിയാ. അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞായിരുന്നു. അല്ല മേരിക്ക് ആളെ മനസ്സിലായോ? ഇല്ല ചേട്ടാ. ഞാൻ കഴിഞ്ഞ ദിവസം തന്നോട് പറഞ്ഞില്ലേ, എനിക്കെതിരെ അന്ന് കോടതിയിൽ സാക്ഷി പറഞ്ഞ ഒരാളെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. ആ മാത്യൂസ്. ആ, മനസ്സിലായി. അല്ല താനെന്തിനാ എന്നെ കാണാൻ വന്നത്? അത് പിന്നെ ചേട്ടാ, കഴിഞ്ഞ ദിവസം ചേട്ടനെ കണ്ടപ്പോൾ മുതലേ മനസ്സിന് എന്തോ ഒരു കുറ്റബോധം. ഞാൻ കൂടെ ചേർന്ന് ചെയ്തൊരു തെറ്റിന്റെ പേരിലല്ലേ നിങ്ങൾ ഇന്ന് ഈ കഷ്ടപ്പാട് മുഴുവൻ അനുഭവിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി. ഇനിയും ഞാൻ ആ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല ചേട്ടാ. ചേട്ടന്റെ നിരപരാധിത്വം നമുക്ക് തെളിയിക്കണം. എനിക്കറിയാവുന്ന സത്യം കോടതിയിൽ തുറന്നു പറയാൻ ഞാൻ തയ്യാറാണ് ചേട്ടാ. ഇത്രയും കാലം കഴിഞ്ഞു, ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല മാത്യൂസെ. എന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും ഇനി തിരികെ കിട്ടാനും പോകുന്നില്ല. കിട്ടും ചേട്ടാ. ചേട്ടന് നഷ്ടമായതെല്ലാം ചേട്ടന് തിരികെ കിട്ടും. ആരുടെ കയ്യിൽ നിന്ന്? മരിച്ചുപോയ ആ പാവത്തിന്റെ കുടുംബത്തിന്റെ കയ്യിൽ നിന്നോ? വേണ്ട മാത്യൂസ്, ആ പണം ഞാൻ അവർക്ക് കൊടുക്കേണ്ടത് തന്നെയാ. അതല്ലാതെ വേറൊരു ആനുകൂല്യവും അവർക്ക് കിട്ടാനില്ലല്ലോ. എന്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്ന ഒരു പക്ഷേ. എല്ലാം ഞങ്ങളുടെ വിധിയാണ് മോനെ. അല്ലെങ്കിൽ വണ്ടിയുടെ ഇൻഷുറൻസ് കഴിഞ്ഞത് ഞങ്ങൾ ഓർക്കാതിരിക്കുകയും അന്ന് തന്നെ അങ്ങനെ ഒരു കേസിൽ ഞങ്ങൾ പെടുകയും ചെയ്യുമായിരുന്നോ? മാത്രമല്ല, അപകടം വരുത്തിയെന്ന് പറയുന്ന ഞങ്ങളുടെ വാഹനത്തിന് ലഭിക്കേണ്ടിയിരുന്ന തുക ഞങ്ങൾ കൊടുക്കേണ്ടി വരുമായിരുന്നോ? ആ പണം അവരെടുത്തോട്ടെ. ഇനി അതിന്റെ പേരിൽ അവരോടൊരു വാദത്തിന് ഞങ്ങളില്ല. ചേച്ചി, അവരോടൊരു വാദത്തിന് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ഒന്നും വേണ്ട മാത്യൂസ്. ഇപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള മനസ്സ് മാത്യൂസിനുണ്ടായല്ലോ, അത് മതി. മാത്രമല്ല, ഞങ്ങളുടെ മോനും മോക്കും ഇതിന് താല്പര്യവും കാണില്ല. അത് തന്നെ. ഈ കോടതി കേസ് എന്നൊക്കെ പറയുമ്പോ ഞങ്ങക്ക് പേടിയാ മോനെ. ഒന്നും വേണ്ട. ശരി, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ചെയ്ത തെറ്റെനിക്ക് തിരുത്തണം. ആ തെറ്റിന്റെ പേരിൽ ഇനിയും നിങ്ങൾ കഷ്ടപ്പാട് അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിലെ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാൻ പോലീസിനും കോടതിക്കൊക്കെ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സത്യം തെളിയണം, അല്ലാതെ ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയില്ല. വരട്ടെ ചേട്ടാ. ശരി ചേച്ചി. നിന്റെ അധരങ്ങൾ നീതി മൊഴിയുമ്പോൾ എൻ്റെ ആത്മാവ് ആഹ്ലാദിക്കും. സുഭാഷിതങ്ങൾ 23-ാം അധ്യായം 16-ാം വാക്യം. എടോ, താൻ വിചാരിക്കുന്നത് പോലെ തന്റെ അപ്പച്ചൻ ഈ കേസിൽ കുറ്റക്കാരനല്ല. ഈ കാര്യം അറിയിക്കാനാണോ ചേട്ടൻ എന്നെ അന്വേഷിച്ചു പിടിച്ച് ഇവിടം വരെ വന്ന്? അതല്ല ഞാൻ ചേട്ടാ, അപ്പച്ചൻ കുറ്റക്കാരനല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എൻ്റെ അപ്പച്ചൻ കള്ളം പറയില്ലെന്ന് എനിക്ക് ഉറപ്പാ. അന്നും എന്നും ഇടിച്ചത് അപ്പച്ചൻ്റെ വണ്ടിയല്ലെന്ന് തന്നെ അപ്പച്ചൻ പറയുന്നത്. പക്ഷേ നിങ്ങളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, അപ്പച്ചൻ കുറ്റക്കാരനല്ലെന്നുള്ള വിവരം ചേട്ടൻ ഇപ്പോഴല്ലല്ലോ അറിയുന്നത്. അന്നും ചേട്ടനത് അറിയായിരുന്നില്ലേ? അത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അപ്പച്ചനെതിരെ ചേട്ടൻ കോടതിയിൽ കള്ളസാക്ഷി പറഞ്ഞത്? ഞാൻ കുറ്റപ്പെടുത്തിയതല്ല ചേട്ടാ. നിങ്ങൾക്കൊക്കെ ഇതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇതുകൊണ്ട് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പണം പോട്ടേന്ന് വെക്കാം, പക്ഷെ ആ മരിച്ച ആളുടെ വീട്ടുകാരും സമൂഹവും അപ്പച്ചനെ കാണുന്ന ഒരു കൊലയാളിയായിട്ടല്ലേ? എൻ്റെ അപ്പച്ചൻ സ്വന്തം നിസ്സഹായാവസ്ഥ ഒന്ന് തുറന്നു പറയാൻ പോലും പറ്റാതെ ഉരുകയാണ് പാവം.
അത് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഓ, നിങ്ങൾക്കതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അല്ല അൻസ, തൻ്റെ വികാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. തൻ്റെ അപ്പച്ചൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഏത് കോടതിയിലും സത്യം തുറന്നു പറയാൻ ഞാൻ തയ്യാറാ. എല്ലാം കഴിഞ്ഞിട്ട് കാലം ഉത്തരയായി. കോടതി ആ കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇനി ഏത് കോടതിയിൽ ആ ചേട്ടൻ സത്യം തുറന്നു പറയാൻ പോകുന്നു? ഒന്നും വേണ്ട ചേട്ടാ, എല്ലാം ഞങ്ങളുടെ വിധിയാ. അല്ല അൻസ, നിങ്ങൾ ആ കേസ് തോൽക്കാൻ പ്രധാന കാരണക്കാരൻ ഞാനാ. ആ തെറ്റെനിക്ക് തിരുത്തണം. ഞാനത് തിരുത്തും. സാറേ. ആ, നീ വന്നോ? ആ, ഈ സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? എന്താ സാറേ, ഈ സ്ഥലം ഞാൻ മറക്കാനോ? ഇവിടെ വെച്ചല്ലേ സാറന്ന് എനിക്ക് 1,00,000 രൂപ തന്നത്. അതെ, ഇവിടെ വെച്ച് തന്നെ ആ കാര്യത്തിനൊരു തീർപ്പുണ്ടാക്കണമെന്ന് തോന്നി. ഏറ്റെടുക്കുന്ന ഒരു കേസും തോൽക്കരുതെന്നുള്ള അഹങ്കാരം. ഇത്രയും കാലം തെറ്റും ശരിയും നോക്കാതെ, സത്യവും നീതിയും വകവയ്ക്കാതെ എല്ലാ കേസുകളും ജയത്തിനു വേണ്ടി വളച്ചൊടിച്ച് ജയിച്ചു. അതുമൂലമുണ്ടായ പേരും പ്രശസ്തിയും എനിക്കൊരുപാട് സമ്പാദ്യം നേടിത്തന്നു. അതിലെല്ലാം പലരുടെയും കണ്ണീരിൻ്റെ ശാപമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു മാത്യൂസേ. അതിന് കാരണക്കാരൻ നീയാ. സാറ് പറഞ്ഞത് ശരിയാ. ഞാൻ വെറും ഒരു കാരണക്കാരൻ മാത്രം. അതിനും അപ്പുറത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും തിരുത്താനും എനിക്കും സാറിനുമൊക്കെ തോന്നിപ്പിച്ചത് ദൈവത്തിൻ്റെ ശക്തമായൊരു ഇടപെടലുണ്ട് സാറേ. കാരണം ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ടും നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെല്ലാം ദൈവവിധിയാണെന്ന് ആശ്വസിച്ച് അയാൾ സ്വയം സഹിക്കുന്നു. ആ പാവത്തിന് ഇനിയൊരു പരീക്ഷണത്തിന് ദൈവം വിട്ടുകൊടുക്കില്ല സാറേ. അയാളെന്നല്ല, ഒരാളെയും. അയാളുടെ നിരപരാധിത്വം തെളിയാൻ സമയമായി സാറേ. പക്ഷേ മാത്യൂസേ, ആ ഈ കേസിന്റെ പേരിൽ ഇനിയും കോടതി പോവാന്നൊക്കെ പറയുന്നത്? സാറേ, കോടതി നിയമമൊന്നുമല്ല. അയാളുടെ നിരപരാധിത്വം തിരിച്ചറിയേണ്ടത് ആ മരിച്ചുപോയ വ്യക്തിയുടെ കുടുംബമോ. സാറെന്ന് പറഞ്ഞ പോലെ ഈ കള്ളസാക്ഷിയുടെ വാക്കുകൾ ഇനിയൊരു കോടതിയും കേൾക്കില്ലായിരിക്കും. പക്ഷെ ആ കുടുംബം കേൾക്കണം. അവരുടെ മുമ്പിൽ എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയും. അതിനിടയിൽ സാറിൻ്റെ പേരും പ്രശസ്തിയൊക്കെ കളങ്കപ്പെടിയായിരിക്കും. സാർ ക്ഷമിക്കണം. ഞാൻ വാങ്ങിയ പണം ഞാൻ സാറിന് തിരിച്ചു തരും. ഇനിയും ഒരു കൊലയാളിയായിട്ട് ആരും ആ മനുഷ്യനെ കാണരുത്. ഞാനുണ്ടോ തൻ്റെ കൂടെ? നമ്മൾ ഒരുമിച്ച് അവിടെ പോകും. നമ്മൾ ഒരുമിച്ച് ചെയ്ത തെറ്റ് നമ്മൾ ഒരുമിച്ച് തന്നെ തിരുത്തും. അതുമാത്രമല്ല, ഈ കേസിൻ്റെ പേരിൽ അയാൾക്ക് നഷ്ടമായ പണം അത് നമ്മൾ തിരിച്ചു കൊടുക്കും. ഞാനത് കൊടുക്കും. അതെൻ്റെ ബാധ്യത മാത്യൂസേ. ചേട്ടനോടും സാറിനോടും എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വലിയ സഹായമാണ് നിങ്ങളിപ്പോൾ ചെയ്തു തന്നത്. ഈ തെറ്റുതിരുത്തലിൽ എനിക്കൊരു പങ്കുമില്ല. ഇവനോടാണ് നിങ്ങൾ നന്ദി പറയേണ്ടത്. ഒത്തിരി നിരപരാധികൾ ഞാൻ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം എനിക്ക് തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇത് തിരുത്തിയപ്പോൾ ഞാൻ അനുഭവിക്കുന്ന മനോസുഖം ഇനിയും ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കും. അത് തീർച്ച. ഞാൻ ചെയ്തത് ഒരു സഹായമല്ല, ഞാൻ നിങ്ങളോട് ചെയ്യുന്നൊരു പ്രാശ്ചിത്തമാണ്. ഞാൻ അന്നങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു. 1,00,000 രൂപയ്ക്ക് വേണ്ടി ഞാൻ അന്നങ്ങനെ കള്ളസാക്ഷി പറഞ്ഞപ്പോൾ യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടു. ഒരു തെറ്റും ചെയ്യാത്ത ഈ ചേട്ടൻ നിയമത്തിൻ്റെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലും കുറ്റക്കാരനായി. നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായി. അതെല്ലാം നികത്താൻ എന്നെ കൊണ്ട് കഴിയില്ലെങ്കിലും കഴിയുന്നതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? നിങ്ങളുടെ ഇന്നത്തെ ഈ അവസ്ഥ അറിഞ്ഞിട്ടും ഞാനത് ചെയ്തില്ലെങ്കിൽ പിന്നെ മനസ്സമാധാനത്തോടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മാത്യൂസേ, പലരും സ്വന്തം തെറ്റുകൾ സംരക്ഷിക്കാൻ ചെയ്ത തെറ്റുകൾ മൂടിവെക്കാൻ ശ്രമിക്കുമ്പോൾ
ഞങ്ങളുടെ അവസ്ഥ കണ്ട് ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരുത്താൻ നീയും ഈ സാറും കാണിച്ച മനസ്സുണ്ടല്ലോ, അതിനുള്ള കൂലി ദൈവത്തിന്റെ അടുക്കൽ നിങ്ങൾക്കുണ്ടാവും. മതി ചേട്ടാ. സത്യം പറഞ്ഞ ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അന്ന് ആ വഴിയിൽ വെച്ച് ചേട്ടനെ കണ്ടതിന് ശേഷം കുറ്റബോധം കൊണ്ട് ഞാൻ നീറുകയായിരുന്നു. മനസ്സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇനിയിപ്പോൾ എല്ലാം ശരിയായില്ലേ? ചേട്ടൻ കാരണം ഞങ്ങൾക്കുണ്ടായ നഷ്ടം ചേട്ടൻ കാരണം തന്നെ മാറി അല്ലേ അപ്പച്ച? അതെ. ആ സാറേ, സാറിനോട് ദേഷ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നേരാ. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ആരോടും ദേഷ്യവും വൈരാഗ്യവും ഒന്നുമില്ല. അത് നിങ്ങൾ പണം തിരികെ തന്നുകൊണ്ടോ തെറ്റേറ്റു പറഞ്ഞുകൊണ്ടോ ഒന്നുമല്ല. ആപത്തുകൾക്കും കഷ്ടപ്പാടുകൾക്കും നഷ്ടപ്പെടലുകൾക്കും ഇടയിൽ പ്രാർത്ഥനയോടെ എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും ഞങ്ങളുടെ ഈ അപ്പച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചോണ്ടാ. മോനെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതിയനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമ 8-ാം അധ്യായം 28-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. വചനം വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാൻ അറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം